Dears, welcome back to GST classes. Today we are discussing of a concept, a topic, GSTR 10. Okay, what is GSTR 10? One of the important topics. For final return, a taxpayer should use GSTR 10. A taxable person whose GST registration is cancelled has to file a return in form GSTR 10 within 3 months. അപ്പോൾ ആരാണ് ഫൈനൽ റിട്ടേൺ നടത്തേണ്ടത്? രജിസ്റ്റേർഡ് ടാക്സ് പെയർ നടത്തേണ്ടത് ആനുവൽ റിട്ടേൺ ആണ്. അതിനുള്ള ഫോമാണ് GSTR 9. അത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. GSTR 9ലാണ് ആനുവൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന്. എന്നാൽ ഇപ്പോൾ പറയുന്നത് GSTR 10 ആണ്. വാട്ട് ഈസ് GSTR 10? GSTR 10 എന്ന് പറഞ്ഞാൽ ഫൈനൽ റിട്ടേണുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആദ്യം എന്തറിയണം? വാട്ട് ഈസ് ഫൈനൽ റിട്ടേൺ? ഒരു ടാക്സബിൾ പേഴ്സൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് അങ്ങ് പോകാൻ കഴിയില്ല. രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാലും അതുവരെയുള്ള GST അടക്കണം. അപ്പോൾ അയാൾ ഫൈനൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. അങ്ങനെ അവസാനമായിട്ട് ഇനി അയാൾ രജിസ്റ്റേർഡ് ടാക്സ് പെയർ അല്ല, രജിസ്ട്രേഷൻ ക്യാൻസലായി. അപ്പോൾ അങ്ങനെ അവസാനമായിട്ട് അയാൾ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അങ്ങനെ ഫയൽ ചെയ്യുന്ന റിട്ടേണിനെയാണ് ഫൈനൽ റിട്ടേൺ എന്ന് പറയാം. ഓക്കെ, അതിനുള്ള ഫോമാണ് GSTR 10. അത് വിത്തിൻ 3 months ചെയ്തിരിക്കണം. രജിസ്ട്രേഷൻ ക്യാൻസലായതിന് ശേഷം വിത്തിൻ 3 months ഫൈനൽ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, അതിനുള്ള ഫോമാണ് GSTR 10. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം. പേഴ്സൺസ് നോട്ട് റിക്വയർഡ് ടു ഫയൽ GSTR 10. നമ്മളിപ്പോൾ പറഞ്ഞ രജിസ്ട്രേഷൻ ക്യാൻസലായി കഴിഞ്ഞാൽ ഫൈനൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതുമായി ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഫോമാണ് GSTR 10. എന്നാൽ എല്ലാ ആളുകളും ഇങ്ങനൊരു ഫോമിൽ റിട്ടേൺ ഫയൽ ചെയ്യണമെന്നില്ല. GSTR 10 സബ്മിറ്റ് ഫയൽ ചെയ്യേണ്ടതില്ലാത്ത ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. ആരാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ? ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആരാണ്? എൻ ഓഫീസ് ഓഫ് ദ സപ്ലയർ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്, എന്തോ ആവട്ടെ, an office of the supplier ആണ്, which receives tax invoices on receipt of input services. ഇൻപുട്ട് സർവീസുകൾ റിസീവ് ചെയ്യുന്ന മുറക്ക് ടാക്സ് ഇൻവോയ്സ് വാങ്ങി വെക്കുകയും ശേഷം ഇഷ്യൂസ് ടാക്സ് ഇൻവോയ്സസ് ഫോർ ദ പർപ്പസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ ക്രെഡിറ്റ് ഓഫ് GST പെയ്ഡ്. മറ്റാളുകൾക്ക് ITCയുടെ ആ ഒരു ബെനിഫിറ്റ് കൈമാറാൻ വേണ്ടി ഇൻപുട്ട് ടാക്സ് ഇഷ്യൂ ചെയ്യുകയും ചെയ്യുന്ന ഒരു സപ്ലയർ. അങ്ങനെ ഒരു ഓഫീസ്, സപ്ലയറുടെ ഓഫീസിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർക്ക് GSTR 10 റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ദെൻ കോമ്പോസിഷൻ ഡീലർ. നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്ത ഒരു ടേമാണ് കോമ്പോസിഷൻ സ്കീം. അത് പ്രകാരം ടാക്സ് അടക്കുന്ന രജിസ്റ്റേർഡ് ടാക്സ് പെയർ അദ്ദേഹത്തിനും ഇങ്ങനെ GSTR 10 റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതില്ല. ഓക്കെ, ദെൻ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ നമ്മൾ പറഞ്ഞതാണ്. ഹു ഈസ് നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ. എന്നാൽ ഇതിൽ ആരില്ല? കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഇല്ല. മാറിപ്പോകാൻ പാടില്ല. പല സ്ഥലങ്ങളിലും നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നിടത്തൊക്കെ നമ്മൾ കാഷ്വൽ ടാക്സബിൾ പേഴ്സണും പറയാറുണ്ട്. എന്നാൽ ഇവിടെ പേഴ്സൺസ് നോട്ട് റിക്വയർഡ് ടു ഫയൽ GSTR 10 എന്ന് പറഞ്ഞെടുത്ത് ആരില്ല? കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഇല്ല. ഓക്കെ, കോമ്പോസിറ്റ് ഡീലർ, ദെൻ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ. ദ നെക്സ്റ്റ് ഈസ് പേഴ്സൺ റിക്വയർഡ് ടു കണ്ടക്ട് TDS. അതേപോലെ പേഴ്സൺ റിക്വയർഡ് ടു കളക്ട് TCS. TDSഉം TCSഉം കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഡക്റ്റ് ചെയ്യുന്ന പേഴ്സൺസ് അതാരൊക്കെയാണെന്ന് നമുക്കറിയാം. നമ്മൾ TDSനെ കുറിച്ചും TCSനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത്തരം ആളുകൾക്കും GSTR 10
റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇവരൊക്കെ അതിൽ നിന്ന് പുറത്തു പോയ ആളുകളാണ്. ക്ലിയർ? അപ്പോൾ എന്താണ് GSTR10 എന്ന് പറഞ്ഞാൽ? GSTR10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GST രജിസ്ട്രേഷൻ ക്യാൻസലായതിനു ശേഷം ഫൈനൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോമാണ് GSTR10. ഓക്കെ, വിത്തിൻ 3 months ആണ് ഈ ഒരു റിട്ടേൺ ഫയൽ ചെയ്തിരിക്കേണ്ടത് എന്നും ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കുക. ഇനി നമുക്ക് ഈ ഒരു GSTR10 ഉണ്ടായിരിക്കേണ്ട ഡീറ്റെയിൽസിനെ കുറിച്ച് നോക്കാം. ഡീറ്റെയിൽസ് ടു ബി ഗിവൺ ഇൻ GSTR10. ഓക്കെ, GSTR10 ഹാസ് ടോട്ടൽ 11 സെക്ഷൻസ്. 11 സെക്ഷൻസ് ആണ് GSTR10 ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഓരോ സെക്ഷനായിട്ടാണ് പറയുന്നത്. 11 സെക്ഷൻസ് ആണ് ടോട്ടൽ ഉള്ളത് ഇൻ നമ്പർ. GSTIN നമ്മൾ വിശദമായി പഠിച്ചു. GSTIN എന്താണ്? GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് GSTIN. ദെൻ ലീഗൽ നെയിം, ബിസിനസ് നെയിം, അഡ്രസ്, ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ, ഇഫക്റ്റീവ് ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ ഓർഡർ അത് വേറെ ഉണ്ട്. അപ്പോൾ ആദ്യം പറയുന്നത് ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ മീൻസ് ഇഫക്റ്റീവ് ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ. എന്നു മുതലാണ് ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ അലോട്ടഡ് ഇല്ലാത്തത് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഇഫക്റ്റീവ് ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ ഓർഡർ കൈപ്പറ്റിയ ഡേറ്റ്, ക്യാൻസലേഷൻ ഓർഡർ റിസീവ് ചെയ്ത ഡേറ്റ്. ഇപ്പോൾ രണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ ഓർഡർ അത് കാണിക്കണം. അതേപോലെ എന്ന് മുതലാണ് ബിസിനസ് സ്റ്റോപ്പ് ചെയ്യണം പറഞ്ഞത് ആ ഡേറ്റും കാണിക്കണം. അതാണ് ഇഫക്റ്റീവ് ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ. പിന്നെ റഫറൻസ് നമ്പർ ഓഫ് ക്യാൻസലേഷൻ ഓർഡറിലെ ആ റഫറൻസ് നമ്പർ. അതേപോലെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ്, ടാക്സ് പേയബിൾ ആൻഡ് പെയ്ഡ്, ഇനി അടക്കാനുള്ള ടാക്സ്, ഇതുവരെ അടച്ച ടാക്സിൻ്റെ കണക്കുകൾ. അതേപോലെ ഇൻട്രസ്റ്റ് ആൻഡ് ലേറ്റ് ഫീ പേയബിൾ ആൻഡ് പെയ്ഡ്, ഇൻട്രസ്റ്റും ലേറ്റ് ഫീയും അടച്ചതും അടക്കാനുള്ളതും. ദെൻ വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ്. ഓക്കെ, ദീസ് ആർ ദ ഡീറ്റെയിൽസ് ടു ബി ഗിവൺ ഇൻ GSTR10. ഇനി നമുക്ക് ഒരു ടേം കൂടെ ഇന്ന് പരിചയപ്പെടാം. ഇത്രയാണ് നമുക്ക് GSTR10 കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു സ്കീമിനെ കുറിച്ച് പരിചയപ്പെടാം. QRMP ടാക്സ് പെയർ ഒരു സ്കീമാണ്. ഈ ഒരു സ്കീം അവൈലബിൾ ആവുന്നത്, ഇതിന് എലിജിബിൾ ആവുന്നത് ആനുവൽ ടേൺ ഓവർ 5 crore ഉള്ള ആളുകളാണ്. അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് വേണമെങ്കിൽ ഫയലിംഗ് റിട്ടേൺ അല്ലെങ്കിൽ ഫയലിംഗ് 1 in a quarter മന്ത്ലി ഇൻസ്റ്റെഡ് ഓഫ് ഫയലിംഗ് റിട്ടേൺ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനപ്പുറത്ത് അതിന് പകരമായിട്ട് ഫയലിംഗ് 1 in a quarter, ക്വാർട്ടറിൽ ഒരു തവണ മീൻസ് 3 മാസം കൂടുമ്പോൾ ഒരു തവണ റിട്ടേൺ ഫയൽ ചെയ്യാന്നുള്ള ഒരു സിസ്റ്റം അങ്ങനെ അനുവദിക്കുന്ന ഒരു സ്കീമാണ് QRMP ടാക്സ് പെയർ എന്ന് പറയുന്ന കാറ്റഗറി. QRMP സ്കീം. ഇങ്ങനെ ബെനിഫിറ്റ് അനുഭവിക്കാൻ വേണ്ടി ഈ ഒരു സ്കീം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഫോം GSTR 3B എന്ന ഫോമിലാണ് ഇൻഫോം ചെയ്യേണ്ടത്. അതിന് യൂസ് ചെയ്യുന്ന ഫോമാണ് GSTR 3B എന്നുള്ള ഫോം. അതിൻ്റെ എലിജിബിലിറ്റി എന്താണ്? ആനുവൽ ടേൺ ഓവർ 5 crore ആണ്. ഓക്കെ, നമുക്കറിയാം സാധാരണ നമ്മൾ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ PMT 06 ആണ് യൂസ് ചെയ്യുക. ഫോം ഏതാണ്? PMT 06. അതിന് പകരം ഏത് ഫോമാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്? QRMP സ്കീം ഉപയോഗപ്പെടുത്തുമ്പോൾ GSTR 3B ഫോമിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായും പറഞ്ഞത് GSTR10 ഫൈനൽ റിട്ടേണിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങളോട് ഫൈനൽ റിട്ടേണും അതുപോലെ തന്നെ ആനുവൽ റിട്ടേണും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഫൈനൽ റിട്ടേൺ എന്ന് പറയുന്നത് ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെട്ട ആളുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, എ ടാക്സബിൾ പേഴ്സൺ ഹൂസ് GST രജിസ്ട്രേഷൻ ഈസ് ക്യാൻസൽഡ് ഹാസ് ടു ഫയൽ എ റിട്ടേൺ ഇൻ ഫോം GSTR10 വിത്തിൻ 3 months എന്ന് ഓർമ്മിക്കുക. എന്നാൽ ആനുവൽ റിട്ടേൺ അതല്ല. അത് ഓൾറെഡി ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ ആനുവൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട ഫോമാണ് GSTR9. ഓക്കെ,
അപ്പോൾ GSTR10 എന്നുള്ള കൺസെപ്റ്റ് എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലെറ്റ് us see again with another topic in another video. നിങ്ങളുടെ ഡൗട്ടുകൾ കമൻ്റായിട്ടും വാട്സപ്പ് വഴിയും ഒക്കെ ചോദിക്കാവുന്നതാണ്. നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. കാണും വരേക്കും താങ്ക്സ്.